വയനാട് ദുരന്തഭൂമിക്ക് സമീപം ബോച്ചെ സംഘടിപ്പിക്കുന്ന ന്യൂ ഇയർ പരിപാടിക്ക് അനുമതിയില്ല. ഭൂമിപുത്രയുടെ ന്യൂ ഇയർ പരിപാടിക്ക് വിലക്കേർപ്പെടുത്തിയ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നടപടി സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായില്ല. ഇത് സംബന്ധിച്ച് ബോച്ചെ അടക്കം സംഘാടകരടക്കം നൽകിയ ഹർജി നിരാകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. നവമി തന്നെ നമുക്കൊപ്പം തുടരുന്നുണ്ട്. നവമി, ഈ വിഷയത്തിൽ ബോച്ചെ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു, പക്ഷേ കോടതിയും കനിയുന്നില്ല. എന്താണ് വിശദാംശങ്ങൾ? സജിത്ത്, ഈ വയനാട് മേപ്പാടി ദുരന്ത ഭൂമിക്ക് സമീപം നമുക്കറിയാം, വയനാട് സ്വദേശികൾ അല്ലെങ്കിൽ ഈ ദുരന്ത ഭൂമിയിൽ അകപ്പെട്ടവർ അനുഭവിക്കുന്ന വേദന നമുക്കറിയാം. അതിനിടയിലാണ് ബോച്ചെ അവിടെ ഒരു ന്യൂ ഇയർ ആഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിനായിരുന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിസമ്മതിച്ചത്. ഇതിന് അനുമതി നൽകിയിരുന്നില്ല. ഇതിനെതിരെയാണ് ബോച്ചെ കോടതിയെ സമീപിച്ചത്. എന്തായാലും ഈ ഒരു പരിപാടിക്ക് വിലക്ക് തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇത് എന്തായാലും ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിഷയമായിട്ടുള്ള ഹർജി ഹൈക്കോടതി ജനുവരിയിലായിരിക്കും വീണ്ടും പരിഗണിക്കുക. ഈ വയനാട് മേപ്പാടിയിൽ ബോച്ചയുടെ ഭൂമിപുത്ര ന്യൂ ഇയർ പരിപാടിക്കാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിലക്ക് സ്റ്റേ ചെയ്യാൻ ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ തുടരും. എന്തായാലും ജനുവരിയിലായിരിക്കും ഈ ഹർജി വീണ്ടും പരിഗണിക്കുക. യെസ്, അതാണ് തീരുമാനം. എന്തായാലും ബോച്ചയ്ക്ക് വയനാട്ടിൽ ന്യൂ ഇയർ പരിപാടി സംഘടിപ്പിക്കാൻ അനുമതി നൽകുന്നില്ല. ഇത് സംബന്ധിച്ച ഹർജിയിൽ സ്റ്റേ ചെയ്യാൻ, ഇത് സംബന്ധിച്ച് നിലവിലുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം സ്റ്റേ ചെയ്യാൻ കോടതി അനുവദിച്ചില്ല.